കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഗ്രീറ്റിംഗ്സ് ടു യു ഓൾ ഇൻ ദ പ്രഷ്യസ് നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഈ രാത്രിയിൽ ബുക്ക് ഓഫ് റോമൻസ് നമ്മൾ തുടർന്ന് പഠിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മുടെ മധ്യത്തിൽ ഇംഗ്ലീഷ് മാത്രം മനസ്സിലാകുന്നവരുണ്ട്, മലയാളം മാത്രം ഒരുപക്ഷെ മനസ്സിലാകുന്നവരുണ്ട്, മറ്റു ചിലർക്ക് ആ രണ്ട് ഭാഷയും ഒരുപോലെ മനസ്സിലാകും. അതുകൊണ്ട് ഈ മൂന്ന് കാറ്റഗറിയെയും ഒരുപോലെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് ഈ രണ്ട് ഭാഷയെ ഒരുപോലെ മനസ്സിലാകുന്നവർക്ക് ഭയങ്കര ആവർത്തന വിരസത തോന്നും. എന്നാൽ ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് സച്ച് എ സ്ട്രെയിൻ ഓൺ മീ. എനിക്കതല്പം സ്ട്രെയിനുമാണ്. എങ്കിലും നമ്മുടെ മധ്യത്തിൽ ഉള്ളതുകൊണ്ട് ഈ രണ്ട് ഭാഷയിലും പറഞ്ഞേ പറ്റുള്ളൂ. ദയവായിട്ട് ആവർത്തന വിരസത തോന്നുന്നെങ്കിൽ ക്ഷമിക്കുക. എനിക്കും കംഫർട്ടബിൾ ഒരു ഭാഷയിൽ പറയുന്നതാണ്. എന്നാൽ ഈ ഒരു സാഹചര്യമായതുകൊണ്ട് പ്ലീസ് ബെയർ വിത്ത് മീ. വി വിൽ മേക്ക് സ്ലോ പ്രോഗ്രസ് ആസ് വി യൂസ് ബോത്ത് ലാംഗ്വേജസ്. ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് വർക്ക്. We were studying the epistle of Romans, and the title, it is not the title I gave, but when you read this epistle, when you focus on the theme of the epistle, although there are many important subjects discussed in the epistle, the main topic is the gospel. Although we sometimes talk about justification by faith and God's righteousness, faith, so on and so forth. But the main topic, when you study, it is the gospel of God. And all other things, all other themes are there, to be sure. Those themes are substantiating the main theme, or it is reinforcing, or it is making very clear to us what the gospel of God really is. That is the purpose of Paul using various themes as he writes this epistle. It is not unrelated, but all the themes, all those subjects that we read in this epistle is related to one another. കഴിഞ്ഞ ആഴ്ച തൊട്ട് 1-2 ആഴ്ചയായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ മഹത്വമേറിയ സുവിശേഷം എന്നുള്ള ഒരു ടൈറ്റിലാണ് നമ്മൾ ഈ ലേഖനം പഠിക്കാൻ തക്കവണ്ണം ആരംഭിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ആ ലേഖനം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ പോളിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് സുവിശേഷമാണ്. വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അതുപോലെയുള്ള പല വിഷയങ്ങളെ തന്നെ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഫീഡ് ചെയ്യുന്നത് ആ സുവിശേഷത്തെ വിശദീകരിക്കാനായിട്ട് തന്നെ ഉപയോഗിക്കുകയാണ്. ആൻഡ് ലാസ്റ്റ് വീക്ക് വി ഹാവ് സീൻ Paul is writing, unlike some of his other epistles, he is writing an epistle to a church which he nor other apostles established, and he is writing to a church whose members are unknown to him. He had not seen them. Maybe few of them he is acquainted with, but he had not seen them so far. But he is writing these epistles as a preparation for his missionary enterprises, his plans to travel to Rome and beyond
even to Spain. So he is writing from Corinth. കൊരിന്തിൽ നിന്ന് ഈ ലേഖനം റോമിലുള്ള താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത താനോ മറ്റ് അപ്പോസ്തലന്മാരോ സ്ഥാപിക്കപ്പെടാത്ത ഈ സഭയ്ക്ക് താൻ എഴുതുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം റോമിൽ ചെന്ന ശേഷം സ്പെയിനിലേക്ക് തൻ്റെ സുവിശേഷ ഘോഷണമായിട്ട് കടന്നു പോകുവാൻ താൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ഒരു ഒരുക്കമെന്ന നിലയിലാണ് ഈ ലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. The first 7 verses, Paul introduces himself, and when he introduces himself to this church, he says, number one, he is a servant. He is a servant of Christ Jesus. And also he is called to be an apostle. And he is set apart for the gospel of God. 3 things. 3 കാര്യങ്ങൾ പോൾ അവിടെ പറയുന്നു. ഒന്ന്, താൻ ഒരു ദാസനാണ്, അപ്പോസ്തലനായിട്ട് തന്നെ വിളിച്ചു. കോൾഡ് ടു ബി ആൻ അപ്പോസ്റ്റൽ, അപ്പോസ്തലനായിട്ട് തന്നെ വിളിച്ചു. സുവിശേഷത്തിനായിട്ട് തന്നെ വേർതിരിച്ചു. ഈ 3 കാര്യങ്ങൾ ആ പ്രാരംഭവാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. Then he goes ahead and gives a summary of the gospel to which he had been set apart. താൻ വേർതിരിക്കപ്പെട്ടതാകുന്ന ആ സുവിശേഷത്തിൻ്റെ ഒരു സമ്മറിയാണ് 7 വരെയുള്ള വാക്യങ്ങളിൽ പോൾ നൽകുന്നത്. And the summary of the gospel to which Paul is set apart is, number 1, Paul says, it is the gospel of God. തന്നെ അപ്പോസ്തലനായിട്ട് വിളിച്ചു വേർതിരിച്ച ആ സുവിശേഷത്തെക്കുറിച്ച് പോൾ പറയുമ്പോൾ ആദ്യം പറയുന്നത് ദൈവത്തിൻ്റെ സുവിശേഷം. നമ്മൾ ഈ കാര്യം വിശദീകരിച്ചത് കൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. രണ്ടാമതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ഗോഡ്. ഇറ്റ് ഈസ് ഗോഡ്സ് ഗോസ്പൽ. സെക്കൻഡ്ലി, ഇറ്റ് ഈസ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ് ഹിസ് സൺ. രണ്ടാമത്, സുവിശേഷത്തെക്കുറിച്ച് പോൾ പറയുന്ന കാര്യം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ തിരുവഴുത്ത് രണ്ടാമതായിട്ട് പറയുന്ന കാര്യം ഇറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് ഗോഡ് ആൻഡ് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചേഴ്സ്. തിരുവഴുത്തുകളിൻ പ്രകാരം എന്ന് പറഞ്ഞാൽ ഇത് പോളിൻ്റെ ഇൻവെൻഷൻ അല്ല, പോളിൻ്റെ ആശയമല്ല. ഇത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. ആ ദൈവത്തിൻ്റെ സുവിശേഷം ഒരു പ്ലാൻ ബി ഒന്നുമല്ല, ദൈവം പണ്ടേ പ്ലാൻ ചെയ്തതാണ്. അത് തിരുവഴുത്ത് അതിനെ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആ സുവിശേഷം, തിരുവഴുത്തുകളിൻ പ്രകാരമുള്ള ആ സുവിശേഷം, അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്, അതിൻ്റെ ഉള്ളടക്കം, വാട്ട് ഈസ് ദ കണ്ടൻറ്റ് ഓഫ് ദ ഗോസ്പൽ? പോൾ സെയ്സ് ഇറ്റ് ഈസ് എബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് യേശു ക്രിസ്തു. ദെൻ ഹി ഗോസ് ഓൺ ആൻഡ് he explains in that short paragraph, it is about the death of Jesus Christ and the resurrection of Jesus. എന്നിട്ട് ആ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്താ? യേശു കർത്താവ് തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അവിടെ 2 കാര്യം പൗൾ പറയുന്നുണ്ട്. യേശു ക്രിസ്തു ആരാണ്? ദാവീദിൻ്റെ സന്തതി എന്ന് പറയുന്നു. മിശിഹായെക്കുറിച്ചുള്ള ആ പഴയ നിയമ പ്രവചനങ്ങളെല്ലാം യേശു ക്രിസ്തുവിലാണ് നിവൃത്തിയായതെന്ന് പോൾ അവിടെ പറയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1 കർത്താവിൻ്റെ മരണം, 2 കർത്താവിൻ്റെ ഉയർപ്പ്. കർത്താവിൻ്റെ മരണം എന്നുള്ളത് യേശു കർത്താവ് സമ്പൂർണ്ണ മനുഷ്യനാണ് എന്നതിൻ്റെ തെളിവായിട്ട് നമുക്കത് ഗ്രഹിക്കാനായിട്ട് കഴിയും. The death of Jesus proves that he was fully human. 2, he was resurrected. He resurrected. And that resurrection proves
that he was fully God. അവിടുന്ന് സമ്പൂർണമായിട്ടും ദൈവമാണ്, ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. It was proved, it was attested. He was not a mere carpenter's son, rather he is the very God of very God. സാക്ഷാൽ അവിടുന്ന് ദൈവമാണ് എന്നുള്ളത് അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ് വ്യക്തമാക്കുന്നു. അടുത്തതായിട്ട് നമ്മളവിടെ കാണുന്നത് ആ സുവിശേഷത്തിൻ്റെ പരിധി. ഇറ്റ് എൻകംപാസസ് ഓൾ നേഷൻസ്. എല്ലാ ജാതികളെയും വംശങ്ങളെയും ഭാഷകളെയും ഉൾക്കൊള്ളുന്നതാണ് ഈ സുവിശേഷം. അതുകൊണ്ടാണ് സകല ജാതികൾക്കും അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ. ഇതിൻ്റെ ശേഷം സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലാണ്, അതിൽ നിന്നുള്ള ഒരു വലിയ പുരുഷാരം, വലിയ പുരുഷാരം, സകല ജാതികൾ എന്ന് പറഞ്ഞാൽ നോ റേസ് ഈസ് എക്സ്ക്ലൂഡഡ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് യാഥാസ്ഥികരായിട്ടുള്ള യഹൂദ മതാനുസാരികളൊക്കെ ചിന്തിച്ചതെന്താണെന്നറിയാമോ? തങ്ങളുടേതാണ്, തങ്ങൾക്ക് വേണ്ടിയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പോളെന്ന് പറയുന്ന ആ യഹൂദ റബി പറയുകയാണ്, നോ, ഇറ്റ് ഈസ് ഫോർ ഓൾ നേഷൻസ്, സകല ജാതികൾക്കും. ദ പർപ്പസ് ഓഫ് ദ ഗോസ്പൽ. സോ അവസാനമായി അടുത്തതായിട്ട് ആ വേദഭാഗത്ത് നമ്മൾ കാണുന്നു സുവിശേഷത്തിൻ്റെ പർപ്പസ് എന്താണ്. പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, ഇറ്റ് ഈസ് ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്. സുവിശേഷത്തിൻ്റെ ഉദ്ദേശം എന്താ? അത് സകല ജാതികളുടെക്കും വിശ്വാസത്തിന് അനുസരണം വരുത്തുവാൻ. അപ്പോൾ വിശ്വസിച്ച സുവിശേഷം മുഖാന്തരം വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ഒരാളെ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും? ആ വ്യക്തി ദൈവത്തെ അനുസരിക്കും. ദൈവത്തെ അനുസരിക്കാത്ത ഒരുവൻ രക്ഷിക്കപ്പെട്ടവനല്ല. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട പദം പോൾ ഉപയോഗിക്കുന്നു. അതിങ്ങനെയാണ്, അതായത് ഫോർ ദ സേക്ക് ഓഫ് ഹിസ് നെയിം. അൾട്ടിമേറ്റ്ലി ഈ സുവിശേഷത്തിൻ്റെ ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ, ദ ഗോൾ ഓഫ് ദ ഗോസ്പൽ ultimately is the glory and honor of Christ's name. സുവിശേഷത്തിൻ്റെ ആത്യന്തികമാകുന്ന ലക്ഷ്യം പോൾ പറയുകയാണ്, അവൻ്റെ നാമത്തിനായി. ഇറ്റ് ഈസ് അബൌട്ട് ഹിം. അൾട്ടിമേറ്റ്ലി കർത്താവാണ് സകലത്തിലും വലിയവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുവിശേഷം പലരും പറയുന്നത് പോലെ, പലരും ഇങ്ങോട്ട് വാ കർത്താവ് അത് നിനക്ക് തരും, ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് സംതിങ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഏതാണ്ട് അങ്ങോട്ടൊരു ഫേവർ അങ്ങോട്ട് ചെയ്യുമ്പം കർത്താവ് എനിക്ക് ഞാൻ കർത്താവിനൊരു ഫേവർ ചെയ്തതല്ലേ, അപ്പോൾ കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നു. അതാ ചീപ്പ് ഗോസ്പൽ, ചീപ്പ് ഗ്രേസ് എന്നൊക്കെ പറയുന്ന കാര്യം അതാ. നോ, ഇറ്റ് ഈസ് ഫോർ ദ സേക്ക് ഓഫ് ഹിസ് നെയിം. സകല നാമത്തിനും മേലായ ആ നാമം ആത്യന്തികമായി മഹിമപ്പെടും. ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ ഗോസ്പൽ ഈസ് ദ ഗ്ലോറി ആൻഡ് ഓണർ ഓഫ് ക്രൈസ്റ്റ്. അതാ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ടാണ് നിത്യതയിൽ നമ്മൾ വായിക്കുന്നത്, യോഹന്നാൻ കാണുന്നത് ഇങ്ങനെയാണ്, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, പിന്നെ നീ യോഗ്യൻ, അങ്ങ് യോഗ്യൻ, thou art worthy of Lord, you have been slain, the honor, the glory, the majesty, the praises, everything belongs to the Lord, to the Lamb. അറുക്കപ്പെട്ടവനാകുന്ന കുഞ്ഞാടിന് സകല മഹത്വവും പുകഴ്ചയും ബഹുമാനവും. ഇതൊന്നും ഒരു ഗിവ് ആൻഡ് ടേക്ക് അല്ല, അങ്ങോട്ട് കൊടുത്തേച്ച് ഇങ്ങോട്ട് മേടിക്കുന്ന പരിപാടി അല്ല. പിന്നെന്താ?
ഇതെല്ലാം കർത്താവ് ചെയ്തതിന് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട്. കാരണം എന്തോ കൊടുക്കാനാ, എന്നോ കൊടുക്കാനാ. അങ്ങോട്ട് കൊടുത്തേച്ച് ഇങ്ങോട്ട് മേടിക്കാൻ അതിന് കഴിയുന്നവൻ ആരെന്ന് പിന്നെ അതിന് തൻ്റെ ഇടമുള്ളവരാരേലും ഉണ്ടോ എന്ന് പോൾ 11-ാം അധ്യായം അവസാനം ചോദിക്കുന്നുണ്ട്. ഹൂ ഈസ് ദർ? ആരുണ്ട് അങ്ങോട്ട് വല്ലതും കൊടുത്തേച്ച് ഇങ്ങോട്ട് മേടിക്കാൻ? ആർക്കെങ്കിലും പറ്റുമോ? നോ. എന്നിട്ട് പറയുകയാണ്, ക്യാൻ സംബഡി റീഡ് ദ ലാസ്റ്റ് വേഴ്സ് ഓഫ് 11th chapter of Romans. അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. Look at that. That verse is very important. Who has given a gift to him that he might be repaid? For from him and through him and to him are all things. To him be the glory forever. Amen. Okay. സകലവും അവനാലും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. അപ്പോൾ പോൾ അതാണ് പറയുന്നത്. സോ ലെറ്റ് മീ റീക്യാപ്പ് ദാറ്റ്. ദ ഗുഡ് ന്യൂസ് ഈസ് ദ ഗോസ്പൽ ഓഫ് ഗോഡ് about Christ according to Scripture for the nations unto the obedience of faith and for the sake of his name. This is what gospel is all about. Okay. ഇത് പൗലോസ് ആദ്യമേ പറയുക. എന്നിട്ട് നമ്മൾ ഇന്ന് തുടർന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം ഞാൻ പറഞ്ഞല്ലോ, വി ആർ ഫോക്കസിങ് ഓൺ ദ ഗോസ്പൽ ഓഫ് ഗോഡ്. സോ വി ആർ ഗോയിങ് ടു ഫോക്കസ് അവർ അറ്റൻഷൻ tonight on verses 16, and if possible we will also focus verse 17, but I don't think we will be able to do that, but at least we will focus on verse 16. Somebody please read. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. Yeah. So in verses 8 to 15, Paul is praising the Romans because they were known for their unwavering faith in the Lord, and he praises them. And whenever Paul sees a good quality to be appreciated, he doesn't hold back that. Rather, he praises them. That is a good thing. That's what we read in verse 8. And in verses 9 to 10, Paul mentions his frequent prayers for them as well as his ambition to visit them. ഒന്നാമതായിട്ട് 8ാമത്തെ വാക്യത്തിൽ പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാരെ ഒന്ന് അവർക്ക് കർത്താവിലുള്ളതാകുന്ന ആ ഇളക്കമില്ലാത്ത വിശ്വാസ നിമിത്തം അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. അവരെ ഓർത്ത് ദൈവത്തിന് താൻ സ്തോത്രം ചെയ്യുന്നു. അത് മനസ്സിലാക്കണം. He doesn't praise them as though it was their quality. Rather, he is praising God who gave them such a quality.
So ultimately, even when we appreciate others, it should always focus on God. Glory and honor should be given to God. ഓക്കെ, അപ്പോൾ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും അൾട്ടിമേറ്റായിട്ട് നമ്മൾ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തേണ്ടത്. നോക്കി, അതുകൊണ്ട് അപ്പോൾ അവിടെ പറയുന്നത്, ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സുവിശേഷത്തിലേക്ക് ദൈവം അവരെ വിളിച്ചു. അവരെ ആ ഫെയ്ത്തിൽ, അതായത് താൻ പറയുന്ന നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവമക്കൾ ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുകയും ദൈവനാമത്തിനു വേണ്ടി നിലനിൽക്കുകയും ചെയ്താൽ അൾട്ടിമേറ്റ്ലി അതിൻ്റെ മഹത്വം ദൈവത്തിന്. നേരെ മറിച്ച് സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം നമ്മൾ ജീവിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടും. നോക്കിയേ, ആ രണ്ട് കാര്യവും നമ്മൾ മറക്കരുത്. നമ്മൾ അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമതായിട്ട് ഇൻ 9-10, ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നോക്കുക, അപ്പോൾ അവിടെ ഞാൻ ആ വാക്യങ്ങൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, ഞാൻ മുൻപോട്ട് പോകുകയാണ്. അപ്പോൾ രണ്ടാമതായിട്ട് പോൾ പറയുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണം. നമ്മൾ നേരത്തെ കണ്ടല്ലോ, യേശുക്രിസ്തു തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം, അത് നമ്മൾ കണ്ടല്ലോ, യേശുക്രിസ്തുവിനെ കുറിച്ച്. അപ്പോൾ അത് തന്നെ പോൾ അവിടെ ആവർത്തിക്കുന്നുണ്ട്. തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അപ്പോൾ അവിടെ ഒന്ന് നിൽക്കണേ. അപ്പോൾ ആരാധന അക്കോർഡിംഗ് ടു പോൾ എവിടാ സംഭവിക്കുന്നേ? ആത്മാവിലാ. പക്ഷേ ഇൻ വാട്ട്? വായിച്ചേ. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു, എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ. അപ്പോൾ gospel, preaching gospel according to Paul is a worship in the spirit. അല്ലേ? പലപ്പോഴും നമ്മൾ ആരാധന എന്ന് പറഞ്ഞാൽ എന്തുവാ? എഗെയിൻ നമ്മൾ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് ക്ലിയർ ആകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും വിളിക്കുന്നത് എന്താ? സൺഡേ ഹാഫ് ആൻ അവർ ഉള്ള ആ സംഭവത്തിനാണ് ആരാധന. നോ, നോട്ട് അക്കോർഡിംഗ് ടു പോൾ, നോട്ട് അക്കോർഡിംഗ് ടു ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്. വചനം അനുസരിച്ച് അങ്ങനല്ല. അതാ ഞാൻ പറഞ്ഞേ, വി ഹാവ് സോ മച്ച് ടു അൺലേൺ ബിഫോർ വി ക്യാൻ ലേൺ സംതിങ്. നമ്മൾ ഈ മനുഷ്യൻ്റെ ആലോചനകളൊക്കെ ഒത്തിരി ഇങ്ങനെ എനിക്ക് പലപ്പോഴും ഈവൻ ഐ ഹാഡ് ടു സ്ട്രഗിൾ വിത്ത് ദാറ്റ് ബിക്കോസ് സോ മെനി ഹ്യൂമൻ ഐഡിയാസ് ഇങ്ങനെ മനസ്സിൽ കിടക്കുക. അത് വെച്ചുകൊണ്ടാണ് പുസ്തകം വായിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ പറയുന്നതെന്നറിയാം, അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. ശ്രദ്ധിച്ചേ. അപ്പോൾ ദൈവത്തെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുവിശേഷീകരണം നമുക്കതൊരു ഓപ്ഷൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. ഐ എം മോർ ആൻഡ് മോർ കൺവിൻസ്ഡ് ആൻഡ് ഐ വാണ്ട് ടു ഗോ ഡൗൺ ആസ് ആൻ ഇവാഞ്ചലിസ്റ്റ്. ഐ ഹാവ് നോ അതർ ആംബിഷൻ ഇൻ ലൈഫ്. ദാറ്റ്സ് വാട്ട് ഐ എം പ്രേയിങ് ഓൾവേസ്. ഓക്കെ, അപ്പോൾ പറയുന്ന ഒരു കാര്യം, അപ്പോൾ
അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ പറയുക, പിന്നീട് തൻ്റെ സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സാൽ ഓർപ്പിച്ച്, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ നോക്കിയേ. അപ്പോൾ not just singing and praising God, that is good. It is commanded in the Bible, especially in the Psalms. It is good. It is good to praise the Lord with the saints, and we should do that. But even then, such gatherings are forbidden in the villages of North India. The people of God can still worship God, being a witness to the gospel of the grace of God. That's why no one can. ആർക്കും തടയാൻ പറ്റുകയില്ല. എന്താണെന്നറിയാമോ? Because the Lord said, I will build my church and the gates of hell shall not overcome it. അത് നമ്മൾ മനസ്സിലാക്കണം. See, കർത്താവാണ് പണിയുന്നത്, നമ്മളാരാ? നമുക്ക് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് കൂടി വരുമ്പോൾ മാത്രമല്ല നമ്മുടെ ആരാധന സംഭവിക്കുന്നത്. പിന്നെ എപ്പോഴാണ്? വെൻ യു ഗോ ഔട്ട്, വെൻ യു ആർ അറ്റ് ഹോം, അവിടെയെല്ലാം നമുക്ക് ദൈവത്തെ, പോൾ പറയാം, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നത്. ഓക്കെ. ആൻഡ് in verses 11 to 13, the reason for Paul's desire to visit them is given. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അവരെ സന്ദർശിക്കാൻ താൻ അതിൻ്റെ കാരണം എന്താ? The reason being, Paul and the Romans might strengthen and comfort one another in their faith. So that is the reason. Although there are other reasons, because he wanted to be helped by the Romans when he further go to Italy. But that being said, Paul says that we may be mutually encouraged by each other's faith. നാം ഈ വലിയ അപ്പോസ്തലൻ അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളെ ഞാൻ വിസിറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു താല്പര്യമുണ്ട്. അതിൻ്റെ കാരണം, നമുക്ക് അന്യോന്യം നമുക്ക് എന്തോ ഉണ്ടാകണം? ആത്മീക വർദ്ധനവ് ഉണ്ടാകണം. ഓക്കെ, അതാണ് 13 വരെയുള്ള വാക്യങ്ങളിൽ താൻ പറയുന്നത്. ആൻഡ് വേഴ്സസ് 14 to 15, Paul says that he has a strong obligation to preach the gospel. That is why he wanted to visit them. തനിക്ക് സുവിശേഷം അറിയിപ്പാൻ ഒരു വലിയ എന്താ അവിടെ നമ്മൾ വായിക്കുന്നത്, ഒരു കടം തനിക്കുണ്ട്. സോ he goes on telling them there are 3 main reasons why he wants to preach the gospel. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ആ സുവിശേഷം പ്രസംഗിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ പോള് പറയുക. Number 1, Paul says, I am a debtor. Why I want to preach the gospel? Paul says, I am a debtor. I am a debtor, or I am under obligation. വായിച്ചോളൂ 14-ാമത്തെ വാക്യം. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. See, I am a debtor. I am under obligation. Why Paul says he is a debtor? ഈ ഡെറ്റെന്ന് പറയുന്നത്, കടമെന്ന് പറയുന്നത് അത്ര നല്ല സുഖമുള്ളൊരു ഏർപ്പാടല്ല. ആണോ? അല്ല.
നമ്മൾ കടക്കാരാകാൻ പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. There are at least 2 reasons why we become debtors. For example, if I borrow some money from a person, I'm a debtor until I pay him back. ഞാൻ ഒരാളോട് പണം കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുന്നത് വരെ ഞാൻ കടക്കാരനായിരിക്കും. And there is another way in which I'm a debtor. Number 1, if I borrow money from somebody, I'll be a debtor. ഞാൻ ആരെയിൽ നിന്ന് കടം മേടിച്ചാൽ ഒരു കടക്കാരനാകാം. അല്ല, വേറൊരു നിലയിലും എനിക്ക് കടക്കാരനാകാം. എങ്ങനെ? ഫോർ എക്സാമ്പിൾ, if somebody gives me some money, ആരേലും ഒരാൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഏൽപ്പിക്കുക, എന്നിട്ട് പറയുക മറ്റൊരാൾക്കത് കൊടുക്കണം. If somebody entrusts me with some money and asks me to give it to someone else, I'll be a debtor to that person until I give him that money which I have been entrusted with. അല്ലേ? ഞാൻ എന്നെ ഒരാൾ ഏൽപ്പിച്ചിരിക്കുന്ന ആ ധനം മറ്റേ ആളിന് കൊടുക്കുന്നത് വരെ ഞാൻ എന്താണ്? കടക്കാരനാണ്. So in that secondary sense, Paul is a debtor because he had been given the stewardship of the gospel. അല്ലേ? ഈ രണ്ടാമത്തെ അർത്ഥത്തിലാണ് പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ എന്താണ്? പൗലോസ് മാത്രമാണോ കടക്കാരൻ? നമ്മളെല്ലാവരും കടക്കാരൻ അല്ലേ? നമ്മളെല്ലാവരും കടക്കാരാണ്. ആ കടം നമ്മൾ മരിക്കുന്നത് വരെ കടന്നോണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ കടക്കാരനാണെന്നുള്ള, നമ്മൾ കൊടുക്കും തോറും വീണ്ടും നമ്മൾ കടക്കാരാണ്. നോക്കിയേ, അപ്പോൾ ആ ഒരർത്ഥത്തിൽ പോൾ പറയുകയാണ്, ഇൻ ദാറ്റ് സെൻസ് പോൾ സേസ് ഐ എം എ ഡെറ്റർ, ഐ എം അണ്ടർ ഒബ്ലിഗേഷൻ ബിക്കോസ് ഐ ഹാവ് ബീൻ ഗിവൺ ദിസ് ട്രസ്റ്റ്. ഈ ഒരു ട്രസ്റ്റ് എനിക്ക് തന്നേക്കുക, ഈ ഒരു സ്റ്റിവാർഡ്ഷിപ്പ് എനിക്ക് തന്നേക്കുക, ഈ ഗോസ്പൽ എൻ്റെ കയ്യിൽ തന്നേക്കുക. തന്നേച്ച് പറഞ്ഞു ജാതികളോടെല്ലാം പോയി പറയാൻ. അതുകൊണ്ടാണ് പോൾ പറയുന്നത് യവനന്മാർക്കും ബർബരന്മാർക്കും. ബൈ ദ വേ, പോൾ ഒരിക്കൽ പോലും തൻ്റെ മെസ്സേജിനകത്ത് വെള്ളം കലർത്തിയില്ല. പോളിൻ്റെ മെസ്സേജൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ we can, he never ever watered down the gospel. Be it the Athenian philosophers in chapter 17 of Acts, be it the illiterate people of Lystra and Derbe, because those people were illiterate, whereas the people in Athens were literate, and they were such a so much philosophically minded people for centuries. That's what we read in Acts 17. അപ്പോസ്തലപ്രവൃത്തി 14-ാമത്തെ അധ്യായത്തിൽ ദർബയിലുള്ള അക്ഷരാഭ്യാസമില്ലാത്തവരോട് പറയുന്നു. എങ്ങനെയാ പറയുന്ന സുവിശേഷം? അവിടെ പറയുന്നത് ഇങ്ങനെയാ, ദൈവം നിങ്ങൾക്ക് മഴ തന്നു, വെയിൽ തന്നു, അങ്ങനെ തന്നതിനാൽ തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സീസൺസൊക്കെ നന്നായിട്ട് തന്നു, നിങ്ങൾക്ക് ആഹാരം തന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങൾക്ക് തരാതെ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ അല്ല സേവിക്കേണ്ടത്, ജീവനുള്ള ദൈവത്തെ സേവിക്കണം. ആ ദൈവം ആരാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഗോസ്പൽ. അതേ ഗോസ്പൽ പോൾ ഏതൻസിൽ പ്രസംഗിക്കുന്നത് എങ്ങനെയാ? അവിടെ പറയുന്നത് ഇങ്ങനെയാ, നിങ്ങളുടെ കവിവരന്മാരിലും ഒരുവൻ, നാം അവൻ്റെ സന്താനമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പോൾ preaches the same message everywhere, but
the method, only the method changes. He never ever waters down the message of the cross. Even in Athens, he speaks about the death and resurrection of Jesus and the judgment that is to come. It is written there, some people laughed at him. What is he talking about? What this babbler is talking about? That's exactly what they said. അല്ലേ? 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ വിടുവായൻ എന്താണ് പറയുന്നത്? മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ചിലരെന്ത് ചെയ്തു? പരിഹസിച്ചു. He was laughed at. But he never watered down the gospel. ജ്ഞാനികൾക്കും പിന്നെ ബർബരന്മാർക്കും. I am under obligation. So that is why he was so eager to preach the gospel. And verse 15, 15-ാം വാക്യം. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും, so I am eager to preach the gospel to you also who are in Rome. And verse 16. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. So Paul is, it is a negative statement he begins with. For I am not ashamed of the gospel. Why does he say that? He says, in other words, he says, I am proud of the gospel. I am proud of the gospel. And why I am so proud? I am not ashamed. Why? For it is the power of God. The reason why I am not ashamed, because sometimes when you speak with people, it is such a silly thing for them. Everybody may not accept. Only few accepts. Few people. Gospel കൊടുക്കാൻ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ നോ താങ്ക് യു കൂടുതൽ പേരും പറയുന്നത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അത് കുഴപ്പമില്ല. അപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ചേ. അപ്പോൾ അതിന് കാരണം ഈ സുവിശേഷം താന് സത്യത്തിൽ I am not ashamed of the gospel. In fact, he glories in the gospel. പൗലോസ് ആ സുവിശേഷത്തിൽ പ്രശംസിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. And for the sake of this very gospel, of which he is not ashamed, we read about him being imprisoned in Philippi, beaten black and blue. And then he was chased out of Thessalonica in chapter 16 of Acts, 16 and 17. When you come to 17, he was 17-ാം അധ്യായം തെസലോനിക്കയിലേക്ക്, 16-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പിയയിൽ ആ സുവിശേഷ നിമിത്തം കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരുന്നു, അടികൊള്ളുന്നു. അതൊക്കെ നമുക്ക് അവിടെ വായിക്കുന്നുണ്ട്. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തെസലോനിക്കയിൽ തന്നെ ഓടിച്ചു വിടുകയാണ്. അതിൻ്റെ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഹി വാസ് സ്മഗിൾഡ്, അല്ലെങ്കിൽ സഹോദരന്മാർ രാത്രിയിൽ അവനെ ബറോവയിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. And then he goes to
Athens, and there he was laughed at. Then in chapter 18 he goes to Corinth. നോക്ക്, ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 16-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി, ഫിലിപ്പിയിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്നു. 17-ലേക്ക് വരുമ്പോൾ തെസ്സലോനിക്കയിൽ നിന്ന് ഓടിച്ചു വിടുന്നു, ബെരോവയിൽ വരുന്നു. അവിടെ നിന്നും താൻ വളരെ രഹസ്യമായിട്ട് പോകുന്നു, ഏതൻസിൽ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊക്കെ പരിഹസിക്കുന്നു. കൊരിന്തിലെത്തുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സുവിശേഷം അത് യവനന്മാർക്ക് ഭോഷത്വവും യഹൂദന്മാർക്ക് എന്തുവാ? ചാപ്റ്റർ 1 Corinthians 1:18 യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വവും. അപ്പോൾ ഇങ്ങനെയാ ലോകം സുവിശേഷത്തെ കാണുന്നത്. മനസ്സിലാക്കണേ. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ലോകക്കാരിങ്ങനെ കാണുന്ന ഈ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ എന്തല്ല, ഞാൻ ലജ്ജിക്കുന്നില്ല. ഐ എം നോട്ട് അഷെയിംഡ്. അങ്ങനെ അതിന് അഷെയിംഡ് അല്ല എന്ന് പറയാനുള്ള കാരണമാണ് 16-ാമത്തെ വാക്യത്തിൽ തുടർന്ന് താൻ പറയുന്നത്. Paul says, "For I am not ashamed of the gospel, for it is the power of God." അത് ദൈവശക്തിയാകുന്നുവല്ലോ. രക്ഷ എന്നുള്ള പദത്തെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. അത് ദൈവശക്തിയാകുന്നല്ലോ. It is the power of God. And why it is the power of God? Because the content of the gospel is about his son. എന്തുകൊണ്ടാണ് ഇത് ദൈവശക്തിയാകുന്നത്? ഒന്നാമത്തെ കാരണം അതിൻ്റെ ഉള്ളടക്കം തൻ്റെ പുത്രനെ കുറിച്ചുള്ളതാണ് സുവിശേഷം. And this gospel of his son mediates, and this power of God lead people to salvation. And that is beyond explanation. നമുക്കറിയാമല്ലോ, ഞാൻ എന്നും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. നോർത്ത് മലബാറിൽ നിങ്ങൾക്കറിയാം, അവിടെ അന്ന് ഒട്ടും എക്യുപ്ഡ് അല്ല. ഉള്ളിലിങ്ങനെ ആ ഒരു സന്തോഷവും സുവിശേഷം പറയണം, അതേ ഉള്ളു ചിന്ത. സുവിശേഷം അറിയിക്കണം, പരസ്യവും നടത്തണം. വൈകുന്നേരം ജീസസിൻ്റെ ഒരു ഫിലിമുണ്ട്, ഒരു പഴയ ഒരു പ്രൊജക്ടറൊക്കെ ഉണ്ട്, ഇങ്ങനെ റീലൊക്കെ ഉള്ള, അത് വെച്ച്. ഇത് 89-90s കാര്യമാണ് ഞാൻ പറയുന്നത്. ബൈബിൾ സ്കൂളിലെ 2 മാസത്തെ ഗ്യാപ്പിൻ്റെ സമയത്ത് അന്ന് ഈ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്ന് ഒട്ടും എക്യുപ്ഡ് അല്ല, പക്ഷേ ഭയങ്കര സീലായിരുന്നത് കൊണ്ട് പിന്നെ മുസ്ലിമിൻ്റെയും തലേക്കെട്ടുകാരൻ്റെയും എല്ലാം വീട്ടിൽ ഇന്ന് ഒന്ന് അറയ്ക്കും. കാരണം ഇന്ന് കുറച്ച് അറിയാൻ കാര്യങ്ങൾ, അവനോട് എന്താ പറയുക നോക്കി. അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു, അന്ന് ആ സീലേ ഉള്ളായിരുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, യേശു കർത്താവിനെ കുറിച്ച് ചെന്നങ്ങ് കയറി അങ്ങ് പറയുക, അങ്ങ് ഹെഡ് ഓൺ പറയുക. അതിൻ്റെ വരുംവരാഴികളൊന്നും അറിയത്തില്ല, അങ്ങനെ അങ്ങ് പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ 2-3 ചെറുപ്പക്കാർ ഞങ്ങൾ 2 പേരാണ്, ഞങ്ങളെ പിടിച്ച് അവിടെ അങ്ങ് ഇരുത്തി അങ്ങ് ചോദ്യങ്ങൾ പറച്ചില്ല, അതും ഇതും ബൈബിൾ. അന്ന് ഒരു കാര്യം അറിയത്തില്ല. പക്ഷെങ്കിൽ അവസാനം ആ മുസ്ലിംസായിട്ടുള്ള ആ പ്രിയപ്പെട്ടവർ പറഞ്ഞൊരു കാര്യം, അവരുടെ അയൽപക്കത്ത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ പേര് പറഞ്ഞു വെച്ച് അവർ ചേട്ടന്മാരെന്നാണ് വിളിക്കുന്നത്. വടക്കേ മലബാറിൽ നിങ്ങൾക്കറിയാമോ, ചേട്ടന്മാരെന്നാണ് വിളിക്കുന്നത്. ഈ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയ ക്രിസ്ത്യാനികളെ ചേട്ടന്മാരാണ്. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പറഞ്ഞു, ആ മനുഷ്യനെ ഞങ്ങൾക്കെല്ലാവർക്കും പേടിയായിരുന്നു.
കാരണം അങ്ങേര് ഭയങ്കര അക്രമിയും മദ്യപനും, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലും. അന്നത്തെ ആ സാഹചര്യത്തിൽ ആ വില്ലേജിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അയാളെ പേടിയായിരുന്നു. ഈ മുസ്ലിംസ് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പെന്തക്കോസ്തോ അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ആ ഒരു കൂട്ടത്തിൽ അദ്ദേഹം പോയി. ഇന്ന് അദ്ദേഹം ഭയങ്കരമായിട്ട് മാറി. വാട്ട് എ ടെസ്റ്റിമണി അല്ലേ, വാട്ട് എ ടെസ്റ്റിമണി. ഒരു മുസ്ലിം പറയുന്ന കാര്യം, ഒരു ചേട്ടനെ കുറിച്ച്, കള്ളുകുടിയനായിട്ട് നടന്ന, അതിക്രമിയായിട്ട് നടന്ന ഒരു മനുഷ്യനെ കുറിച്ച്, അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് അവർ ഇന്നും പറഞ്ഞ് ഞാൻ ഇന്നും ഓർക്കുകയാണ്. സോ അതാണ് the power of the gospel. So the gospel, the power of the gospel, she will tell you the story. Okay, it was just a story illustration. So the gospel is not an advice to people suggesting that they change themselves. No, that's not the gospel. The gospel itself is power, and it lifts up, it changes. അല്ലേ? ദൈവത്തിൻ്റെ സുവിശേഷം ശക്തിയാണ്. അത് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തും, അത് ചേഞ്ച് ചെയ്യുന്നതാണ്. Paul doesn't say the gospel brings power. Rather, Paul says the gospel is power. Paul പറയുന്നത് സുവിശേഷം ശക്തി കൊണ്ടുവരുന്നല്ല, പിന്നെ സുവിശേഷം ശക്തിയാണ്. Why it is so powerful? Why it is so powerful? Why God had made it so powerful? എന്തുകൊണ്ട് ദൈവം ഇത് ഭയങ്കര ശക്തിമത്താക്കി? അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? There are at least 2 reasons. I'll just read that passage. Why God has concealed so much power in the gospel about his son. The reason being Acts of the Apostles 26:18 and 2 Corinthians 4:4-7. Then we'll close. Okay. Acts 26:18. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും. മനുഷ്യരെവിടെ കിടക്കുക? എന്താ അവരുടെ അവസ്ഥ? അവർക്ക് അവരുടെ കണ്ണ് കുരുടാണ്, ഇരുളിലാണ്, പിന്നെ അവർ സാത്താൻ്റെ അധികാരത്തിൽ. അതിൽ നിന്ന് അവരെ വിടുവിക്കാൻ നമ്മുടെ എന്തേലും വിദ്യ കൊണ്ട് നടക്കുമോ? നടക്കുകയില്ല. സിമ്പിൾ ഗോസ്പൽ ഈസ് ഇനഫ്. കാരണം എന്നാണെന്നറിയാമോ? ആ സിമ്പിൾ ഗോസ്പലിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തിയാണ്. ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. And next, 2 Corinthians chapter 4:4-7. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. സോ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതുകൊണ്ട് ഡോണ്ട് വറി. ആൾക്കാർ റിജക്റ്റ് ചെയ്യുമ്പോഴൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം എന്നാണെന്നറിയാം, അവർ അവിശ്വാസികളുടെ മനസ്സിനെ എന്താക്കി? കുരുടാക്കിയേക്കുക. അവർ
ആ ഒരു ബോണ്ടേജിൻ്റെ കീഴിലാണ് അവർ. പക്ഷെങ്കിൽ വായിച്ചു, ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്നും ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം, ഞങ്ങൾ ജീസസ് ഈസ് ലോർഡ്, ജീസസ് ഈസ് ലോർഡ്, ഹി ഈസ് ലോർഡ് ഓവർ every authority, every forces of spiritual darkness. He is Lord, he is King, and we preach him. ഞങ്ങൾ അവനെ അറിയിക്കുക. ഓക്കെ, വായിച്ചോ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന്. അപ്പോൾ ദൈവം ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. In verse 4 he said, the God of this age, this world, has blinded the minds of the unbelievers to keep them from seeing the light of the gospel of the glory of Christ, who is the image of God. But just as the Lord said, let there be light, and there was light. That is the words that comes to our remembrance. Alle, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം, ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്, ഹാസ് ഷോൺ ഇൻ അവർ ഹാർട്ട്സ് ടു ഗിവ് ദ ലൈറ്റ് ഓഫ് ദ നോളജ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ ദ ഫേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന്. നോക്കിയേ, അതിൻ്റെ ആ സീക്വൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. പോൾ പറയുകയാണ്, അവിശ്വാസികളുടെ കണ്ണ് ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കിയേക്കുക. ഓക്കെ, പക്ഷേ ഞങ്ങളെന്താ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യുന്നത് യേശുക്രിസ്തു കർത്താവാണെന്ന് പ്രസംഗിക്കുക. ദാറ്റ് ഈസ് അവർ വൊക്കേഷൻ, അവർ കോൾ. ഞങ്ങൾ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം എന്തോ ചെയ്യും? ആദിയിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞതുപോലെ ദൈവം എന്തോ ചെയ്യും? ദൈവം പറയും, ലെറ്റ് ദർ ബി ലൈറ്റ്, ലെറ്റ് ദർ ബി ലൈറ്റ്. അല്ലേ? ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്. അത് വേഴ്സ് 7. എങ്കിലും അപ്പോൾ ഏതാ ഈ അത്യന്ത ശക്തി? ഏതത്യന്ത ശക്തി? ദ പവർ ഓഫ് ഗോഡ്. ഏതാ? സുവിശേഷമെന്ന അത്യന്ത ശക്തി, അല്ലേ? ബട്ട് വി ഹാവ് ദിസ് ട്രഷർ. വാട്ട് ഈസ് ദ ട്രഷർ? The gospel. Why? Because it is the power of God, and it is about Jesus Christ. Jesus is Lord, and we have this treasure in jars of clay. ഞങ്ങൾക്കിത് മൺപാത്രങ്ങളില്ല. അതെന്തിനാണെന്നറിയാമോ? To show that the surpassing power belongs to God and not us. മനസ്സിലായോ? അത് ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് തന്നേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ ട്രഷർ, അതിന് തുല്യമാകുന്ന വെസലിലായിരുന്നു ദൈവം വെക്കേണ്ടിയിരുന്നത്. പക്ഷേ ദൈവം അത് ചെയ്യാതെ എന്തോ ചെയ്തു? ജാർസ് ഓഫ് ക്ലേ, ഉടഞ്ഞു പോകുന്ന മൺമയമാകുന്ന ഈ വെസൽസിൽ ദൈവം എന്ത് ചെയ്തു? അത്യന്ത ശക്തി പകർന്നു. നോ വണ്ടർ, അല്ലേ? ഈ ബോധ്യമാണ് പോളിനെ മുൻപോട്ട് നയിച്ചത്. ഈ ബോധ്യമാണ് ലിസ്ത്രയിൽ വെച്ച് കല്ലെറിഞ്ഞ് സഹോദരന്മാർ ചുറ്റി നിൽക്കുകയും
പൗലോസ് എഴുന്നേറ്റ് പിന്നെ ആ പട്ടണത്തിലോട്ട് ചെന്നു. എന്നിട്ട് അടുത്ത ദിവസം ദർബയ്ക്ക് പുറപ്പെട്ടു പോയി. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 14. ഈ ബോധ്യ, പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ബോധ്യം കേട്ടോ. ഇതാ ബോധ്യം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദിസ് ഈസ് ദ ഗോസ്പൽ. പക്ഷെങ്കിൽ ആ ഗോസ്പലിൻ്റെ ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ ടു ലുക്ക് അറ്റ് ദ ഗോസ്പൽ. അത് നമ്മൾ പിന്നീട് കാണും. ആ ഗോസ്പലിൻ്റെ നീഡ് എന്താണെന്ന് ആ 18-ാമത്തെ വാക്യം തൊട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ഗോസ്പൽ ആവശ്യമായിരിക്കുന്നതെന്നാണ് 18 മുതൽ പറയുന്നത്. എന്നാൽ അതിനു മുൻപേ ആ സുവിശേഷത്തെക്കുറിച്ചുള്ള കാര്യം നമ്മൾ അടുത്ത ആഴ്ചയിൽ ഒന്നുകൂടെ വിശദമായിട്ട് ചിന്തിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ അച്ചായൻ പ്രാർത്ഥിച്ച ആശീർവാദത്തോടെ മീറ്റിംഗ് അവസാനം.